രാധേ രാധേ. ഒരിക്കൽ ദേവന്മാരെല്ലാം കൂടി ഒരു യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി. യോഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മീറ്റിംഗ്. അപ്പോൾ ഈ യോഗത്തിന് പോകുമ്പോൾ ഏതൊക്കെ ദേവന്മാരാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ത്രിമൂർത്തികളുണ്ട്. ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, ശിവഭഗവാനുണ്ട്, കുബേരനുണ്ട്, ഇന്ദ്രനുണ്ട്, വരുണനുണ്ട്, അഗ്നിദേവനുണ്ട്. ഇവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മീറ്റിങ്ങിനുണ്ട പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ദുർലഭമായിട്ടുള്ള വസ്തു, അതായത് ഈ ലോകത്തിൽ ഏറ്റവും കിട്ടാൻ പ്രയാസമുള്ള വസ്തു എന്നുള്ളതാണ് അവരുടെ ചർച്ചാ വിഷയം. ഞാൻ അതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ ഈ ലോകത്തിൽ ഏറ്റവും കിട്ടാൻ പ്രയാസമുള്ള വസ്തു എന്താണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞ് തീരാറാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ശരിയാവുന്നുണ്ടോ എന്ന് അപ്പോൾ നോക്കാമല്ലോ. അപ്പോൾ ചർച്ചാ വിഷയം എന്താന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ദുർലഭമായിട്ടുള്ള വസ്തു എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ പല ദേവന്മാരും പലതും പറഞ്ഞു തുടങ്ങി. അപ്പോൾ ചിലര് പറഞ്ഞു കൽപ്പവൃക്ഷമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും ദുർലഭമായിട്ടുള്ള വസ്തു, ഈ ലോകത്ത് കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ള വസ്തു കൽപ്പവൃക്ഷമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു കൽപ്പവൃക്ഷമല്ല, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർലഭമായിട്ടുള്ള വസ്തു കാമധേനുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ചില ദേവന്മാർ നിങ്ങൾ ഈ പറഞ്ഞ കൽപ്പവൃക്ഷവുമല്ല കാമധേനുവുമല്ല, ലോകത്ത് ഏറ്റവും കിട്ടാൻ പ്രയാസം അമൃതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ചില ദേവന്മാർ നിങ്ങൾ ഈ പറഞ്ഞ മൂന്നുമല്ല, കൽപ്പവൃക്ഷവുമല്ല, കാമധേനുവുമല്ല, അമൃതമല്ല, ലോകത്ത് ഏറ്റവും കിട്ടാൻ പ്രയാസം ബ്രഹ്മജ്ഞാനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദേവന്മാരെല്ലാം തമ്മിൽ ഒരു കശപിശയായി. എന്താ പറയാ, വാക്കുതർക്കം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ഈ സമയത്താണ് നമ്മുടെ നാരദമുനി വീണയും വായിച്ചുകൊണ്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നിട്ട് എല്ലാ ദേവന്മാരെയും പ്രണമിച്ചു, ത്രിമൂർത്തികളെയും ഒക്കെ പ്രണമിച്ചു കഴിഞ്ഞിട്ട് നാരദമുനി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ തർക്ക വിഷയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ഉത്തരം എനിക്കറിയാം. ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ദുർലഭമായ വസ്തു നിങ്ങൾ ഈ പറഞ്ഞ യാതൊന്നുമല്ല. ഈ ലോകത്തുള്ള ഏറ്റവും കിട്ടാൻ പ്രയാസമുള്ള വസ്തു എന്താന്ന് വെച്ചാൽ അത് ജഗന്മാതാവായ രാധാറാണിയുടെ പാദധൂളികളാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കുറച്ചു നേരത്തേക്ക് അവിടെ മുഴുവൻ മൗനം തളം കെട്ടി നിന്നു. ആരും യാതൊന്നും മിണ്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞിട്ട് ഇന്ദ്രൻ നാരദ മുനിയോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ് അമൃതിനെയും രാധാറാണിയുടെ പാദധൂളികളെയും തമ്മിലാണോ താരതമ്യം ചെയ്യുന്നത്, അവ തമ്മിലാണോ തുലനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നാരദമുനി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, രാധാറാണിയുടെ പാദധൂളികളെയും അതുപോലെ അമൃതിനെയും തന്നെയാണ് ഞാൻ തുലനം ചെയ്യുന്നത്. അമൃത് മനുഷ്യരെ അമരരാക്കുന്നു, അത് മാത്രമല്ല അത് സ്വർഗത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷെ രാധാറാണിയുടെ പാദധൂളികളാകട്ടെ മനുഷ്യരെ അവരുടെ ഹൃദയം നിറച്ച്, അവരുടെ ആത്മാവ് നിറച്ച്, അവരുടെ മനസ്സ് നിറച്ച് പ്രണയം ഇങ്ങനെ ഒഴുക്കുന്നു, അവരുടെ ഉള്ളിൽ പ്രണയം മാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, രാധാറാണിയുടെ പാദധൂളികൾ ഏറ്റവും ദുർലഭമാണ് എന്ന് പറയുന്നതിന്റെ കാര്യം അത് വ്രജവാസികൾക്ക് മാത്രമേ ലഭിക്കൂ. അത് വൃന്ദാവനത്തിലെത്താതെ ഒരിക്കലും രാധാറാണിയുടെ പാദധൂളികൾ ലഭിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഒന്ന് ആലോചിച്ചു, ഇത് ഇത്ര ദുർലഭമാണോ, തനിക്കതെങ്ങനെ ലഭിക്കും? നാരദമുനി പറയുന്നതനുസരിച്ച് അത് ശരിയായിരിക്കും, തനിക്ക് അത് എങ്ങനെ ലഭിക്കാനാണ് എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇന്ദ്രൻ ഇത് ചിന്തിക്കുന്ന കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയ നാരദമുനി ഇന്ദ്രനോട് പറഞ്ഞു, അതിനങ്ങ് ഇന്ദ്രാസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് ഒരിക്കലും ലഭിക്കില്ല, ഒരു സാധാരണക്കാരനായ വൃന്ദാവനത്തിൽ എത്തിയാൽ മാത്രമേ അങ്ങേക്ക് ഇത് ലഭിക്കൂ എന്ന്. അങ്ങനെ നാരദമുനി അവിടുന്ന് പോയി. അപ്പോൾ ഇന്ദ്രൻ എന്തായാലും തനിക്ക് രാധാറാണിയുടെ പാദധൂളികൾ ലഭിച്ചേ പറ്റൂ എന്നുള്ള ഒരു വാശിയും അഹങ്കാരത്തോടും കൂടി, താൻ സ്വർഗാധിപൻ ആണ്, അപ്പൊ തനിക്കത് ലഭിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശിയോടുകൂടി കിരീടവും സിംഹാസനവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു സാധാരണക്കാരന്റെ വേഷം ധരിച്ച് വൃന്ദാവനത്തിലേക്ക് തിരിച്ചു. അങ്ങനെ വ്രജഭൂമിയിലെത്തി. അപ്പൊ വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ചുറ്റിനും എല്ലാവരും ആനന്ദത്തിലാണ്. എല്ലാവരും അവിടെ ആർക്കും സ്വർഗമൊന്നുമില്ല, എല്ലാവരും എന്താ പറയാ അത്രയും വലിയ സമ്പൽ സമൃദ്ധിയിലൊന്നുമല്ല, പക്ഷെ എല്ലാവരും ഭയങ്കര സന്തോഷം. രാധാറാണിയുടെ പാദതുളികൾ ആ മണ്ണെടുത്ത് ശിരസിലും ദേഹത്തും എല്ലാം ഇങ്ങനെ മൂടിയിട്ട് ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. എവിടെയും എല്ലാവരും രാധേ രാധേ എന്നുള്ള വിളികൾ മാത്രമേ എവിടെയും കാണാനുള്ളൂ. എല്ലാവരും എന്താ ഇത്ര സന്തോഷിക്കുന്നത്, ഇത്ര ആഹ്ലാദ തിമർപ്പിലാണോ എല്ലാവരും എന്നാലോചിച്ച് ഇന്ദ്രൻ അത്ഭുതപ്പെട്ടു. ഇവർക്കാർക്കും സ്വർഗം സ്വന്തമായിട്ടില്ല, ഈ പറയുന്ന സമ്പൽ സമൃദ്ധിയും ഇല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും സന്തോഷിക്കുന്നത്? ഇതാലോചിച്ചിട്ട് സംശയാലുവായി തീർന്ന ഇന്ദ്രൻ വൃദ്ധനായ ഒരു വ്രജവാസിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്രയും സന്തോഷിക്കുന്നത്? നിങ്ങൾക്ക് സ്വർഗമൊന്നും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്താ ഇത്രയും സന്തോഷിക്കുന്നത്?
അപ്പോ ആ വൃദ്ധൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് സ്വർഗമൊന്നും സ്വന്തമായിട്ടില്ല, പക്ഷെ അതിനേക്കാൾ ഞങ്ങൾക്ക് കൃപാകടാക്ഷം രാധാറാണിയുടെ അടുത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. രാധാറാണിയുടെ പാദധൂളികൾ സ്വന്തമായിട്ടുള്ള ഞങ്ങൾ വേറെ എന്തിനാണ് വിഷമിക്കുന്നത്? ഞങ്ങൾക്ക് ഒരു സങ്കടവുമില്ല, ഞങ്ങൾക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. രാധാറാണിയുടെ കാരുണ്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ വീണ്ടും യാതൊന്നും മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഇന്ദ്രൻ അപ്പൊ തന്നെ അവിടെ അടുത്തൊരു നികുഞ്ചത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ പോയി ധ്യാനനിരതനായി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് എങ്ങനെയും രാധാനായുടെ പാദധൂളികൾ ലഭിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശിയോടുകൂടി, എന്നാൽ ഞാൻ ഇന്ദ്രനാണ്, എനിക്കത് ലഭിച്ചേ പറ്റൂ, ആ ഒരു അഹംബോധത്തോടു കൂടിയാണ് ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നത് ധ്യാനനിരതനായി. പക്ഷെ രാധാറാണി കൃപാ കടാക്ഷം ചൊരിയുന്നവളാണ്. ഇനി എത്ര അഹങ്കാരമുണ്ടെങ്കിലും ആ അഹങ്കാരം രാധാറാണി മാറ്റിയിരിക്കും. അത്രയ്ക്ക് കാരുണ്യ വാരിധിയാണ്, ദയാനിധിയാണ്, അത്രയ്ക്ക് വാത്സല്യനിധിയാണ് രാധാറാണി. അപ്പോ രാധാറാണി ഇന്ദ്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്ദ്രനെ ആ കൃപാകടാക്ഷം, ആ പ്രേമദൃഷ്ടി, ആ കാരുണ്യ ദൃഷ്ടി ഇന്ദ്രന്റെ മുന്നിൽ പതിയുമ്പോൾ തന്നെ ഇന്ദ്രന്റെ അഹങ്കാരം മുഴുവൻ പോകുന്നു. അപ്പൊ ഇന്ദ്രൻ രാധാറാണിയോട് പറയുന്നു, എനിക്ക് അമ്മയുടെ പാദധൂളികളാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ രാധാറാണി ഇന്ദ്രനോട് പറയുന്നു, നീ ഇവിടെ വന്നത് എൻ്റെ പാദധൂളികൾക്ക് വേണ്ടി മാത്രമാണോ? നീ ആരാണെന്ന് സ്വയം എല്ലാരെയും അറിയിക്കാൻ, നീ സ്വർഗാധിപനാണ് എന്നുള്ള ആ ഒരു അഹംബോധത്തോടു കൂടിയാണ് നീ വന്നത്. അഹംബോധമുള്ളവർക്ക് ഒരിക്കലും എൻ്റെ പാദധൂളികൾ ലഭിക്കില്ല. സ്വയം എന്നിൽ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ എൻ്റെ പാദധൂളികൾക്ക് അവകാശമുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രാധാറാണി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാധാറാണിയുടെ കാലിൻ്റെ അടുത്തു നിന്നുള്ള കുറച്ച് വൃന്ദാവനത്തിലെ മണ്ണ്, ആ പാദധൂളി ഇങ്ങനെ എടുത്തിട്ട് ഇന്ദ്രന്റെ ശിരസിലേക്ക്, നെറ്റിയിലേക്ക് അതിങ്ങനെ വെക്കും. അപ്പോഴത്തേക്കും ബാക്കി ഇന്ദ്രനിൽ ഉണ്ടായിരുന്ന എല്ലാ അഹങ്കാരവും അലിഞ്ഞ് ഇല്ലാതാവും. അപ്പൊ ഇന്ദ്രൻ രാധാറാണിയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു, അമ്മയോട് ഞാൻ എൻ്റെ മാപ്പ് അപേക്ഷിക്കുന്നു. എൻ്റെ ഉള്ളിൽ വല്ലാത്ത അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ സ്വർഗാധിപനാണ്, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ള അഹംബോധം എന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ അമ്മയെ കണ്ടതോടുകൂടി, അത് മാത്രമല്ല അമ്മ പാദധൂളികൾ എൻ്റെ നെറ്റിയിൽ സമർപ്പിച്ചപ്പോൾ തന്നെ എൻ്റെ ബാക്കിയുള്ള അഹങ്കാരം മുഴുവനും പോയി. എനിക്ക് മനസ്സിലായി, ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ദുർലഭമായിട്ടുള്ള വസ്തു അമ്മയുടെ പാദധൂളികൾ മാത്രമാണ്. അത് മാത്രമല്ല, കാരുണ്യത്തിന്റെ മൂർത്തിമത് ഭാവമായ അമ്മ എൻ്റെ അഹങ്കാരം മുഴുവൻ മാറ്റിയിരിക്കുന്നു. അമ്മയിൽ സ്വയം സമർപ്പിക്കുന്നവർക്ക് മാത്രമേ അമ്മയുടെ പാദധൂളികൾക്ക് അവകാശികളായിട്ടുള്ളൂ. ഈ വ്രജഭൂമിയിൽ ആൾക്കാരെല്ലാവരും എത്ര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് അമ്മയുടെ കാരുണ്യം മുഴുവൻ അതുപോലെ കിട്ടുന്നത്. അവർ സ്വയം അമ്മയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ എത്ര ആനന്ദത്തിൽ ആറാടുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാധാറാണിയുടെ അനുഗ്രഹങ്ങളും വാങ്ങിച്ച് ഇന്ദ്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഒരിക്കലും ഇന്ദ്രൻ അഹങ്കാരത്തിൽ ഈ ലോകത്തിലുള്ള ഏറ്റവും ദുർലഭമായിട്ടുള്ള വസ്തു വേറെ പലതുമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും തർക്കിക്കാൻ പോയിട്ടില്ല. കാരണം ഇന്ദ്രന് മനസ്സിലായി, ഈ ലോകത്തിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള ഏറ്റവും ദുർലഭമായിട്ടുള്ള വസ്തു രാധാറാണിയുടെ പാദധൂളികളാണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പല ദേവന്മാരും രാധാറാണിയുടെ പാദധൂളികൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൃന്ദാവനത്തിൽ പല പല ചെടിയായും മണ്ണായും പുല്ലായും പൂവായും, എപ്പോഴെങ്കിലും രാധാറാണിയുടെ പാദങ്ങളൊന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പാദധൂളികൾ ലഭിക്കുമല്ലോ, അങ്ങനെയൊക്കെയായി ആ വ്രജഭൂമിയിൽ ജനിക്കാൻ ഇടവന്നത്. രാധാറാണിയുടെ പാദധൂളികൾ ലഭിക്കുക എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം മുഴുവൻ ഇല്ലാതാക്കി, പാപക്കറ മുഴുവൻ ഇല്ലാതാക്കി, ആത്മാവ് മുഴുവൻ, ഹൃദയം മുഴുവൻ പ്രേമം കൊണ്ട് നിറച്ചു വെക്കും. പ്രേമം ഇങ്ങനെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങും. എല്ലാത്തിനോടും, എന്തിനോടും ഏതിനോടും പ്രേമം, എല്ലാത്തിനോടും പ്രണയം മാത്രം. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. ഉള്ളിലുള്ള അഹങ്കാരം മുഴുവൻ ഇല്ലാതായി തീരും, ദേഷ്യമില്ലാതായി തീരും, ആരോടും പകയില്ല, എല്ലാത്തിനോടും സ്നേഹം മാത്രം. ഞാൻ വലിയവനാണ് എന്നുള്ള ചിന്തയില്ല, അഹംബോധമില്ലാതായി തീരുന്നു. ആത്മാവിനെ ചുരുക്കി പറഞ്ഞാൽ ശുദ്ധീകരിച്ച് അത്രയും നല്ല ഒരവസ്ഥയിലേക്ക് എത്തും. അതാണ് രാധാറാണിയുടെ പാദധൂളികൾ ലഭിച്ചുള്ള ആ ഒരവസ്ഥ. ഈ രാധാറാണിയുടെ പാദധൂളികളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും നെഞ്ചോട് ചേർത്ത് വെക്കുന്നത്. ആ വൃന്ദാവന ഭൂമിയിലുള്ള രാധാറാണിയുടെ പ്രേമാഗ്നി നിറച്ച ആ പാദധൂളികളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ വക്ഷസ്ഥലത്തിൽ അണിയുന്നത്, തന്റെ നെഞ്ചിൽ, തന്റെ ഹൃദയത്തിൽ, തന്റെ ആത്മാവിൽ നിറച്ചു വെക്കുന്നത് ആ പാദധൂളികളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് സ്വർഗം വേണമെന്നോ, എനിക്ക് അറിവ് വേണമെന്നോ, എനിക്ക് സമ്പൽ സമൃദ്ധി വേണമെന്നോ ഒന്നുമല്ല, എനിക്ക് രാധാറാണിയുടെ പാദധൂളികൾ ലഭിക്കണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അത് മോക്ഷത്തെക്കാൾ മഹത്വമുള്ളതാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. എന്നാൽ രാധാറാണിയുടെ പാദധൂളികൾ ലഭിച്ചാൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നമ്മളുള്ള
ഞാനെന്നുള്ള അഹംബോധത്തെ ഇല്ലാതാക്കി എല്ലാത്തിനെയും സ്നേഹിക്കും നമ്മൾ. അപ്പൊ ആ ഒരാൾക്ക്, രാധാറാണിന്റെ പാദധൂളികൾ ലഭിച്ച ഒരാൾക്ക് മോക്ഷം പോലും തുച്ഛമായി തോന്നും. അയാൾക്ക് പിന്നെ മോക്ഷം വേണ്ട, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തും. രാധാറാണിന്റെ ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ജയ് ശ്രീ രാധേ രാധേ.